ഒരു വന്ദേ ഭാരത് തുടങ്ങിയതിന്റെ പുകിലാണ് ഇപ്പം മൊത്തം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും നാണക്കേട് തോന്നുന്നുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഉദ്ഘാടനത്തിന് പിന്നാലെ ട്രെയിൻ യാത്രയിൽ RSS ഗണഗീതം ആലപിച്ച് വിദ്യാർത്ഥികൾ. ഗണഗീതം ആലപിക്കുന്ന വീഡിയോ ദക്ഷിണ റെയിൽവേ എക്സിൽ പങ്കുവച്ചു. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ശരിക്കും ഒരു വന്ദേ ഭാരത് തുടങ്ങുന്നുണ്ട്, ഇതിന് മാത്രം ചടങ്ങിന്റെ ആവശ്യം എന്നാണാവുകയും ഞാനതാ ആലോചിക്കുന്നത്. ഇപ്പോഴും സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനം എന്ന് പറയുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന കാര്യങ്ങളാണ് ഈ പൊതുഗതാഗതം എന്ന് പറയുന്നത്. ഈ പൊതുഗതാഗത സർവീസുകൾ തുടങ്ങുന്നതിന് ഇതിനും മാത്രം കൊട്ടിഘോഷിക്കുകയും ഉദ്ഘാടനം നടത്തുകയതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഇത് പുതിയതായിട്ട് വന്ദേ ഭാരത് തുടങ്ങിയൊന്നും അല്ലല്ലോ. കുറേ വർഷമായിട്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുന്നതല്ലേ, നമ്മളെല്ലാവരും കാണുന്നതല്ലേ വന്ദേ ഭാരത് ട്രെയിനുകൾ. അതിനോട് പ്രസക്തിയില്ല. ഇത്രയും നാളുകളായിട്ട് ഓടുന്ന വന്ദേ ഭാരതിനിടയ്ക്ക് ഒരു പുതിയൊരു എറണാകുളം വന്ദേ ഭാരത്, ബാംഗ്ലൂർ വന്ദേ ഭാരത് വന്നെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഇത്രയും കാശ് മുടക്കി കൊട്ടിഘോഷിച്ച് സ്റ്റേഷനുകൾ മൊത്തം ഉദ്ഘാടനം നടത്തി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ ചേർന്ന് സംഘടിതമായിട്ട് പരിപാടികൾ അവതരിപ്പിക്കുന്നു, കൂടുന്നു. ഇത് എല്ലാവരും മെറിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. BJP പറയുന്നു ഞങ്ങളാണ് വന്ദേ ഭാരത് കൊണ്ടുവന്നത്, കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ കാരണമാണ് വന്ദേ ഭാരത് വന്നത്, LDF പറയുന്നു ഞങ്ങളാണ് വന്ദേ ഭാരതിന് പിന്നിൽ. കേട്ട് ഞാൻ മടുത്തു. എല്ലാ പാർട്ടിക്കാരും കൂടെ വന്ദേ ഭാരതിന്റെ പുറകിലാണ്. അതിന് പുറകെ ഇപ്പം മതങ്ങളും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ഗണഗീതവും എന്തൊക്കെയാണോ എനിക്കറിയത്തില്ല. നിങ്ങൾ അതിന് കിടക്കുന്നു. അല്ല സുഹൃത്തെ, നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഗണഗീതം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗണഗീതം എന്ന് പറഞ്ഞൊരു വാക്ക് തന്നെ കേൾക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു കമന്റിൽ അതിന്റെ ലിറിക്സ് കണ്ടു. പവിത്രമതാമി മണ്ണിൽ ഭാരതാംബെ പൂജിക്കാൻ, പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. എന്താ അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇതിനകത്ത് വർഗീയത എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ലെന്ന്. എന്ത് പറയാങ്കി പറഞ്ഞു കൊടുക്ക. ഭാരത് മാതാ കി ജയ്, ഭാരതാംബ, അതേപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറയുമ്പോൾ കുറെ ആളുകൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതെല്ലാം ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ പട്ടാളക്കാരെല്ലാവരും ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഇത് നമ്മൾ ഈ കേരളത്തിൽ കുറച്ച് പട്ടാളക്കാർ കുറവാണ്. കേരളത്തിൽ കാര്യമായിട്ട് പട്ടാളക്കാരില്ല. പട്ടാളക്കാർ ഇഷ്ടം പോലുള്ള നാട്ടിൽ ഇവർ പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ് ഇവരുടെ സ്ഥിരം ഡയലോഗുകളാണ്. നിന്റെയൊക്കെ അഭ്യാസം തമിഴ്നാട്ടിലല്ലാതെ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ, അപ്പ കാണിച്ച ഉമ്മച്ചൻ ആരാണെന്ന്. അതേപോലെ ഇവരുടെ പല ബറ്റാലിയനുകളുടെയും പേരുകൾ ഓരോ മതങ്ങളുമായിട്ട് റിലേറ്റഡ്, അതിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകളും അതുപോലെയുള്ള സംഭവങ്ങളും ധാരാളമായിട്ട് നമ്മൾ പല സ്ഥലത്തും പോയി കാണാൻ സാധിക്കുന്നതാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. പട്ടാളക്കാർ നടത്തുന്ന അമ്പലങ്ങളും ദർഗകളും വരെ ഞാൻ കണ്ടിട്ടുണ്ട്. സിഖ് ക്ഷേത്രങ്ങൾ, അതേപോലെ തന്നെ മുസ്ലിം പള്ളി നമുക്ക് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളുടെ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പല നാടുകളിൽ പോകുമ്പോഴും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നീ ഒന്നും പണയണ്ട. അപ്പൊ അങ്ങനെയാണ് ഭാരത് മാതാ കി ജയ് എന്നും പറഞ്ഞൊരു വാക്ക് പോലും പാടാൻ പാടില്ല, അത് പാടുന്നത് പോലും വർഗീയതയാണ് എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് ഇത് വരും. ഈ മണ്ണ് പണ്ടേ നമ്മൾ വെട്ടിമുറിച്ചു. ഇനി ഹിന്ദു എന്നും മുസ്ലിം എന്നും ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് മനസ്സോട് വെട്ടിമുറിക്കണ്ട. ഇപ്പോൾ കുറച്ച് കുട്ടികൾ അതിനകത്ത് വരുന്നു, കുറച്ച് കുട്ടികൾ ട്രാവൽ ചെയ്യുന്നു, ആ കുട്ടികളെ കൊണ്ട് പാട്ട് പാടാൻ പറയുന്നു. അവരുടെ സ്കൂളിൽ പഠിച്ച പാട്ടായിരിക്കും അവർ പാടുന്നത്. അവരോട് പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ ആദ്യം വന്ദേ മാതരം പാടിയെന്നാണ് ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ പറഞ്ഞു കേൾക്കുന്നത്. ടിവിയിൽ പറഞ്ഞതൊന്നും ഞങ്ങൾക്ക് തെളിവായിട്ട് എടുക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങളോട് ആരും കാരണം ചോദിക്കാറില്ല. അപ്പോൾ രണ്ടാമത് അവരോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോഴത്തേക്കിന് അവർ ഈ പറഞ്ഞ ഒരു പാട്ട് പാടി. അപ്പം അങ്ങനെ അവർ പാട്ട് പാടിയെന്നുണ്ടല്ലോ, അവരുടെ സ്കൂളിൽ പഠിപ്പിച്ച പാട്ടായിരിക്കും. എന്റെ സ്വഭാവം നിനക്കറിയില്ല, ഒന്ന് പറഞ്ഞോളൂ. ഇപ്പൊ ക്രിസ്ത്യ മാനേജ്മെന്റ് സ്കൂളുകളിൽ ക്രിസ്ത്യൻ പാട്ടുകൾ പഠിപ്പിക്കുന്നില്ലേ അവിടുത്തെ എല്ലാവരും? ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് തന്നെ ക്രിസ്ത്യൻ പാട്ടുകൾ പഠിപ്പിച്ചിട്ടുണ്ട്.
അതേസമയം ഞാൻ 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ച സ്കൂള് ഒരു വിജയാനന്ദ വിദ്യാലയ എന്ന് പറഞ്ഞിട്ട് സന്യാസിമാർ നടത്തുന്ന സ്കൂളായിരുന്നു. അവിടെ വെച്ച് ഇതുപോലെയുള്ള ഹൈന്ദവ പാട്ടുകളും ബാക്കിയുള്ള സംഭവങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം സ്കൂളുകളാണെങ്കിൽ, മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിൽ അത്തരത്തിലുള്ള പാട്ടുകൾ പഠിക്കുന്നുണ്ടാവാം. പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബുദ്ധിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ എന്തെങ്കിലും പാട്ടുകൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇനിയിപ്പം ഈ പറഞ്ഞ പോലെ പുതിയതായിട്ട് അവാർഡ് കൊടുത്ത ആരുടെങ്കിലൊക്കെ പാട്ടുകളൊക്കെ ചിലപ്പോൾ സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് കാണാം. എന്തൊക്കെയാണോ ദൈവമേ, സത്യം പറഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുന്നതെന്ന് തോന്നിപ്പോവും. അത്രയ്ക്ക് വിഷമമുണ്ട് കാണാനായിട്ട്.